ഹലോ ഫ്രണ്ട്സ്, ഫൈൻ ട്രൂത്ത് ബ്ലോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് അങ്ങനെ ഇരുന്നപ്പോൾ ചിന്തിച്ചപ്പോൾ എനിക്ക് കിട്ടിയൊരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരിസ്ഥിതി പ്രശ്നം വളരെ രൂക്ഷമാണ്, എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. അന്തരീക്ഷ മലിനീകരണം, പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം, അങ്ങനെ പ്രകൃതിയെ നശിപ്പിക്കുന്ന ഒട്ടനവധി ഘടകങ്ങൾ. പക്ഷെ ഇതിൻ്റെ ഉറവിടം എവിടുന്നാണ്? ഇത് പലപ്പോഴും സംഭവിക്കുന്ന മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങളല്ലേ ഇതിന്റെ പിന്നിൽ കാരണം, അല്ലേ? പ്ലാസ്റ്റിക് ഇല്ലായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു, അന്ന് പ്രകൃതിക്ക് എത്ര ദോഷമില്ലായിരുന്നു, അല്ലേ? വാഹനങ്ങളുടെ എണ്ണം കൂടി, സൗകര്യങ്ങൾ വർദ്ധിച്ചു, അതനുസരിച്ച് പ്രകൃതി മലിനമായിത്തീരുന്നു. അപ്പോൾ മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങൾ പലപ്പോഴും പ്രകൃതിക്ക് ദോഷമായിട്ടല്ലേ ഇത് കാണിക്കുന്നത്. അപ്പോൾ ഒത്തിരി പുരോഗതി പ്രാപിച്ചു എന്ന് നമ്മൾ കൊട്ടിഘോഷിക്കുമ്പോഴും അത് നമ്മളുടെ ആയുസ്സിനെയും ആരോഗ്യത്തെയും ബാധിക്കുന്ന വിധത്തിൽ ഒരു മറുവശം ഉണ്ടെന്നുള്ളതല്ലേ യാഥാർത്ഥ്യം. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത്, ഈ പ്രകൃതി നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന കാര്യങ്ങൾ എത്ര മഹത്താണെന്ന് ഈ സമയത്ത് നമ്മൾ ചിന്തിക്കുന്നത്, അല്ലേ? ഇപ്പോൾ കൃത്രിമമായിട്ട് ഒത്തിരി വസ്തുക്കൾ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ അതിൻ്റെതായിട്ടുള്ള സൈഡ് എഫക്റ്റുകളുണ്ട്. ഉദാഹരണത്തിന് പൂക്കൾ, അല്ലേ? പല വിധത്തിലുള്ള പൂക്കൾ ഇന്ന് കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്, അല്ല? അതിൻ്റെ ഇലയും തണ്ടും പൂക്കളൊക്കെ കണ്ട ഒറിജിനൽ പോലെ തോന്നും നമുക്ക്. പക്ഷേ അത് പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ അത് സമാനമായിട്ടുള്ള ഏതെങ്കിലും മെറ്റീരിയൽ ഉണ്ടായിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പോഴും നാച്ചുറലായിട്ടുള്ള ഒരു പൂവിൻ്റെ ഒരു ഭംഗിയോ ഒരു ഘടനയോ അതിനുണ്ടാവുമോ? ഒരിക്കലും ഇല്ല. അപ്പം നിങ്ങൾ അത് ഏതാ ഇഷ്ടപ്പെടുന്നത്? പ്ലാസ്റ്റിക് പൂവായിരിക്കുമോ ഇഷ്ടപ്പെടുന്നത്? പ്രകൃതിയിൽ നിന്ന് തന്നെ നമുക്ക് നാച്ചുറലായിട്ട് ലഭിക്കുന്ന പൂക്കളായിരിക്കുമോ? എല്ലാവരും ഇഷ്ടപ്പെടുന്ന നാച്ചുറൽ പൂക്കൾ തന്നെയാണ്. അപ്പോൾ ഇവിടെ എത്ര കലാപരമായിട്ട് പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയാലും നമ്മൾ ഇഷ്ടപ്പെടുന്നത് പ്രകൃതിപരമായിട്ടുള്ള പൂവ് തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ വലിയ കലാകാരൻ ആരാണ്? ചിന്തിച്ചു നോക്കിയേ. അപ്പോൾ പ്രകൃതിക്ക് ദോഷം ചെയ്യാത്ത 3-4 ദിവസം മാത്രം ആയുസുള്ള പൂക്കൾ, അല്ലേ? അത് പ്രകൃതിയോട് അലിഞ്ഞു ചേരുന്നു, യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്റ്റും അത് ഇല്ല. പക്ഷെ ഒരു പ്ലാസ്റ്റിക് പൂവിനെ സംബന്ധിച്ച് അങ്ങനെയാണോ? അല്ല. അത് പിന്നീട് പ്രകൃതിക്ക് ദോഷം വരുന്ന വിധത്തിൽ പിന്നീട് അവശേഷിക്കുന്നു. അതിനെ കത്തിച്ച് കളയുമ്പോൾ അതിനും വലിയ പ്രശ്നം ഉദിക്കുന്നു, ഉണ്ടോ? എന്നാൽ നാച്ചുറൽ പൂവാണല്ലോ, യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്റ്റുകളും ഇല്ല, കത്തിക്കേണ്ട ആവശ്യം വരുന്നില്ല. അഥവാ അതിനെ ഏതെങ്കിലും വിധത്തിൽ അരിഞ്ഞു പോയാൽ തന്നെ പ്രകൃതിക്ക് ദോഷമല്ലാതെ. അപ്പം ഇവിടെ ദൈവം ഉപയോഗിച്ചിരിക്കുന്ന ആ പൂക്കൾ അല്ലെങ്കിൽ സൃഷ്ടിച്ചിരിക്കുന്ന പൂക്കൾ അത് എത്ര വൈദഗ്ധ്യത്തോടെ ഉണ്ടാക്കിയിരിക്കുന്നു, അല്ലേ? മനുഷ്യർ എത്രയും പുരോഗതി പ്രാപിച്ച് കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടും ഈ നാച്ചുറൽ പൂവിനോട് ഒക്കുന്ന വിധത്തിലുള്ള ഒരു പൂക്കൾ ഉണ്ടാക്കാൻ കൊണ്ട് അവർക്ക് സാധിച്ചിട്ടില്ലല്ലോ. അപ്പം ഇവിടെ ഇത്രയും പുരോഗമിച്ച ശാസ്ത്രത്തിന് സാധിക്കുന്നില്ലെങ്കിൽ ഇതിലും പുരോഗമിച്ചൊരു ശാസ്ത്രം ആദ്യമേ നിലനിന്നിരുന്നില്ല. അതുകൊണ്ടല്ലേ ദൈവത്തിനാണ് ഉണ്ടാക്കാൻ കഴിയുന്നത്. ചിന്തിച്ചു നോക്കിയേ. അപ്പം ഇവിടെ മഹാൻ ആരാണ്? ഏതാണ് മഹാനായ സൃഷ്ടാവ്? ചിന്തിച്ചു നോക്കിയേ. അപ്പോൾ പക്ഷെ അത് പലപ്പോഴും വിസ്മരിക്കപ്പെട്ടു പോവുക ചെയ്യുന്നത്. മനുഷ്യൻ ചെയ്യുന്ന പല പ്രവർത്തനങ്ങളെ കണ്ട് നമ്മൾ വളരെയധികം അത്ഭുതം കൂറാറുണ്ട്, അല്ലേ? ബുർജ് ഖലീഫയുടെ നിർമ്മാണമോ അതല്ലെങ്കിൽ ചൈനയിലുള്ള വലിയ നിർമ്മാണ രീതികളൊക്കെ കണ്ടിട്ട് നമ്മൾ അന്തം വിട്ടു പോകാറുണ്ട്. പക്ഷെ അതിലും എത്രയോ ആയിരക്കണക്കിന് പക്ഷെ കോടിക്കണക്കിന് മടങ്ങ് മഹാത്മ്യമായിട്ടുള്ള സൃഷ്ടികൾ നമുക്ക് പ്രകൃതി തന്നെ കണ്ടെത്താൻ കഴിയും. ആ സൃഷ്ടാവിനെ സ്മരിക്കാനോ മനസ്സിലാക്കാനോ ആർക്കും കഴിയാതെ പോകുന്ന സങ്കടകരമല്ലേ? അതിൽ എത്രയോ ശ്രേഷ്ഠമായിട്ടാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, അല്ലേ? പ്രകൃതിയുടെ രമണീയത കാണാൻ വേണ്ടിയല്ലേ ആളുകളെ പല സ്ഥലങ്ങളിലേക്കും ടൂർ നടത്തുന്നത്, അല്ലേ? ചിന്തിച്ചു നോക്കിയേ. പക്ഷേ ഇവിടെ എല്ലാം വിസ്മരിക്കപ്പെടുന്ന സംഗതിയുണ്ട്. പ്രകൃതി വളരെ രമണീയമായിട്ട് നമ്മൾ കാണപ്പെടുന്നു എങ്കിൽ പോലും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കലാകാരനായിട്ടുള്ള മഹാസൃഷ്ടാവിന് നന്ദി കൊടുക്കാനോ ഓർക്കാനോ മനസ്സിലാക്കാനോ ആരും ശ്രമിക്കുന്നില്ല എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം. അങ്ങനെയല്ല ചെയ്യേണ്ടത് വാസ്തവത്തിൽ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആ മഹാനായ കലാകാരൻ ആരാണ്? അദ്ദേഹത്തിൻ്റെ കരവിധിനെക്കുറിച്ച് മനസ്സിലാക്കണം, ജ്ഞാനത്തെക്കുറിച്ച് മനസ്സിലാക്കണം, അദ്ദേഹം ആരാണെന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ ദൈവത്തെക്കുറിച്ചിട്ടൊരു അന്വേഷണം, സത്യസന്ധമായ ഒരു അന്വേഷണം തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമാണെന്നല്ലേ അത് കാണിക്കുന്നത്. അതുകൊണ്ട് ആ വിധത്തിൽ ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് സൃഷ്ടാവിലേക്ക് എത്താൻ കൊണ്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് വേണ്ടി കരുതുന്ന, നമ്മളെ സ്നേഹിക്കുന്ന ഒരു കരുതലുള്ള ദൈവമുണ്ട്. ആ ദൈവത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നമ്മുടെ എത്തുപാട് തന്നെ ആയിരിക്കും. അന്വേഷിക്കുക അണിഞ്ഞാൽ നമുക്കത് കണ്ടെത്താവുന്ന സംഗതിയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ദൈവം തന്നെ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് വെളിപ്പെടുത്തുന്നുണ്ട്. മനസ്സിലാക്കാനും ചിന്തിക്കാനും കഴിയുന്ന ഒരു തലച്ചോറ് ദൈവം പ്രദാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉപയോഗിച്ച് നമ്മൾ സൃഷ്ടാവിനെ മനസ്സിലാക്കുക, ആ സൃഷ്ടാവിൻ്റെ ഹിതം തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ പൊരുത്തപ്പെടുത്തുമ്പോൾ ഏറ്റവും ഭംഗിയായ ഒരു ജീവൻ നയിക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒട്ടനവധി കാര്യങ്ങൾ പ്രദാനം ചെയ്യുമെന്ന് വിചാരിക്കുന്നു.
അപ്പോൾ ഈ ചാനൽ ഇതിലൂടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വലിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വേറൊരു വിഷയം കാണാം. അതുവരെ ഗുഡ് ബൈ.